എടാ അങ്ങോട്ട് പോവാം. എടാ തിയേറ്റർ എവിടെയാ? ചേട്ടാ നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. നിനക്കോ? അല്ല പടത്തിന് അങ്ങോട്ട് അവിടെ പോവാം. ഒരു മിനിറ്റ് ആ വഴി പോട്ടെ. ഇങ്ങനെ വരും. എടാ അവിടെ വെച്ചിട്ട് ഇതാക്കാം. സാറിന്റെ ബൈറ്റൊക്കെ എടുത്തോ? എടുത്തില്ലേ? എവിടെ തിയേറ്റർ? സാറിന് അങ്ങോട്ട് തിരക്ക് കഴിഞ്ഞിട്ട് കൃഷ്ണ നിർത്തിക്കോ. കുറച്ച് ഇവരെയൊക്കെ രമണയൊക്കെ വിളിച്ചാലേ ഞാൻ പടം കണ്ടുവരെ ഇവരുടെ റെസ്പോൺസുള്ള പടമാണ്. പടം കണ്ടു ഞാൻ ബ്യൂട്ടിഫുൾ നന്നായിട്ട് മറ്റേ രമണി നിങ്ങൾ അങ്ങോട്ട് അല്ല അവരൊക്കെ പടം കണ്ടവരാട്ടോ എല്ലാവരും. ഫസ്റ്റ് കണ്ട ഫസ്റ്റ് ഡേ കണ്ട അവിടെ മതിയടാ. കുറച്ച് പ്രതീക്ഷ അവിടെ അടുത്ത സമയമായോ? ഞാൻ ചേട്ടാ എങ്ങനെയുണ്ട് റിപ്പോർട്ടുകളൊക്കെ? ഇതൊക്കെ കഴിയട്ടെ. അവരെ കഴിയട്ടെ നമുക്ക്. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോളാന്ന് പറഞ്ഞത് തിരക്കായിരിക്കും. ഇപ്പം പറയില്ല, ഒന്നും പറയാനായിട്ടില്ല. അവരുടെ വഴിയാണ് വഴിയല്ല. അവിടെ സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ട്. വരവേൽക്കാൻ വേണ്ടിയാ ചേട്ടൻ എടുത്തല്ലേ ഇത്രയും വലിയ സ്പീഡിൽ വരവേറ്റോ. ഞാൻ ചേട്ടാ കുറച്ച് മുന്നോട്ടോ. ഞാൻ ചേട്ടാ ഇതിനെ കുറിച്ച് മുന്നോട്ടോ. പടം കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം. ധ്യാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. സെൽഫ് കോൺഫിഡൻസ് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ബാക്കിയുള്ള സാറ് പറയും. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. അവർക്കൊരു സംശയമില്ല. പിന്നെ കലേഷ് പറയും. സിനിമയിൽ പറഞ്ഞ കലേഷാ. സംവിധായകനോട് അവർക്കും ചോദിക്കില്ല, ആർട്ടിസ്റ്റോട് ചോദിക്കാറ്. നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കില്ല. സിൻക്രോൺ സീറ്റിനെ കുറിച്ച് പറയാമോ? എന്നോടാണോ? ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു, ഒപ്പം മനസ്സിലാക്കി. ഇതിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭാവിയിൽ. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും അതെ എല്ലാവർക്കും ഒരു പറയാൻ ഒരു മോട്ടിവേഷണലായിട്ടുള്ള സംഭവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി, നമസ്കാരം. അതെ 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 അല്ല അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം വെള്ളിയാഴ്ച ഇനി കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. അപ്പോൾ സാർ ഇങ്ങനൊരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനൊരു കഥ പറയുക അതൊരു ഭയങ്കര ഒരു ഡയറിങ് അറ്റംപ്റ്റാണ് എല്ലാ രീതിയിലും. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം. അപ്പം വരും ആഴ്ച കുറച്ചുകൂടെ ആൾക്കാർ ഇവിടെ മക്കളോടൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ. സിനിമ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെയുള്ളൂ. ഹാപ്പി. ഈ സിനിമയിലൊരു വിജയം ഉണ്ടല്ലോ, ഇതേ ട്രാക്ക് ഇനി ധ്യാൻ ശ്രീനിവാസൻ മറ്റ് സിനിമകളിലേക്കും എത്തിക്കുമോ? അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കും. മുന്നേയുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ മതി. ഞാൻ അതിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലല്ലായിരുന്നോ? ഇവിടെ പുതിയ ആളാണല്ലോ. ഞാൻ ചേട്ടാ ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം ഇപ്പൊ സമ്മാനിച്ചു. നിന്റെ ശബ്ദത്തിന് അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു ഇപ്പൊ ഒരു വിജയം കൈവരിച്ച ശേഷമുള്ള ഒരു മനസ്സിൽ എന്താണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും? അല്ല, ഇത് സാറിൻ്റെ സ്ഥിരം ഫോർമുലയിലുള്ളൊരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത് മറ്റേ ഗൂസ് ബം മൊമെൻറ്റ്സിൽ അങ്ങനെ സിനിമയല്ല. ഇത് കുറച്ചുകൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു. സാറിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു. ആ കഥ കൊണ്ട് അതിൻ്റെ അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു, അത് വ്യക്തമായിട്ട് പറയുന്നത്. അതൊരു സാറിന് സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ട് വേണം ട്രൈ ചെയ്യാം. പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു, അത് പിക്ക് ചെയ്തു. അതിന് തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സംവിധാനത്തിൽ വരുന്നൊരു നടൻ ധ്യാനായി മാറി. അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ. അത് നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കതൊരു സംഭവമില്ല. കഴിഞ്ഞ ഞാൻ വിനിസ്റ്റേഴ്സിന്റെ പടത്തില് വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ. ഈ മണിക്കൂടൻ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇൻട്രോ തന്നെ തരുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ തോന്നിയ തിയേറ്ററിൽ? സിനിമ കണ്ടില്ല, അല്ലല്ല സിനിമയില് മണിക്കൂടൻ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടായിരുന്നോ? സീൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്ത ഡബ് ചെയ്ത സമയത്ത് കണ്ടത്, എനിക്ക് ഓർമ്മയില്ല ഇതായിട്ട്. മണിക്കൂടൻ നീ ആരാ? രാജാവോ? ആരെവിടെ? ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ? അത് ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് എൻ്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, അല്ല, ഈ സിനിമ പറയുന്ന ഒരു ആശയമുണ്ട് ഈ അന്ധവിശ്വാസം. ഇതിനാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അന്ധവിശ്വാസമാണെങ്കിലും ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അതാണ് ഈ സിനിമ പറയുന്നത്. ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം. അത്രേ ഉള്ളൂ. ഞാൻ മറികടക്കുന്ന പോലെ സിനിമ. അതെ.
അതിനെ കിട്ടണേ.